വീഡിയോയിലേക്കാൻ പറ്റുമോ? അരുൺ, ഞങ്ങളിപ്പോ ഇവിടെ ഒരു സ്റ്റേജ് ഷോ നടത്താൻ പോകുന്നുണ്ട്. അപ്പൊ സാറിന്റെ മെയ് 1-ാം തീയതി പടം റിലീസല്ലേ? ആണോ? പലരും മറ്റേ സാറിന്റെ ഇതിനെ കുറിച്ച് കുറ്റം പറയുന്നുണ്ട്. പക്ഷെ സാറിന്റെ പ്രതിഭ ഞങ്ങൾക്കാണ് ശരിക്കും മനസ്സിലായിക്കണേ. അതിന്റെ പാട്ടിന്റെ ലിറിക്സ് ഒക്കെ എന്ത് നന്നായിട്ടാണുള്ളത്. അപ്പൊ സാറിന് ഇവിടെ ഒന്ന് വന്ന് ഒരു സ്റ്റേജ് ഷോ നടത്താൻ പറ്റുമോ? ഓണത്തിന്. അല്ല സാറിന് ടിക്കറ്റും പിന്നെ ബാക്കി ചെലവുകളും പിന്നെ ഇവിടെ ഞങ്ങള് 5 സ്റ്റാർ ഹോട്ടലില് എല്ലാം റൂമൊക്കെ ഇതാക്കാം. അതിനൊക്കെ ഞങ്ങളുടെ കോളേജ് അതിന് വേണ്ടി തരുന്നുണ്ട്. ഇപ്പൊ സാറ് എന്ത് സാറിപ്പ ഇനി അടുത്ത വർക്ക് ഏതാണ് എടുക്കുന്നത്? സാറിന് രണ്ടുപേരും മറ്റേ ആ കാളിദാസന്റെ ഇതിലെ ഒരു പാട്ടെങ്കിലും പാടാൻ പറ്റുമോ ഞങ്ങൾക്കപ്പം? കൃഷ്ണ ഒന്ന് പാടൂ സാറേ, ഒന്ന് പാടുവോ സാറേ? ആ മതി. അത് കുഴപ്പമില്ല സാറേ. അരെ വാ. സാറേ സാറേ അടിപൊളിയുണ്ട് സാറേ. സാറേ ഇതില് അഭിനയിച്ചിരിക്കുന്നതും ഡയറക്ട് ചെയ്തിരിക്കുന്നതും സാറാണോ സാറേ? എന്റെ അമ്മോ, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു സാറേ? ഞങ്ങള് സപ്പോർട്ട് ഉണ്ടാവും സാറേ. പിന്നെ അതിലെ പെണ്ണ് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. അത് ആരാണ് സാറേ? ഞങ്ങൾക്ക് അറിയാൻ പറ്റും. കോട്ടയത്തുള്ള കുട്ടിയാണല്ലേ? പേരെന്താ സാറേ അവരുടെ? ലില്ലി അല്ലേ? സിംഗപ്പൂർ ആവശ്യത്തിന് എന്താവശ്യം ഉണ്ടെങ്കിലും ഇവിടെ വരുമ്പോ സാറ് ഞങ്ങളെ വിളിക്കണം കേട്ടോ. പിന്നെ അത് കുഴപ്പമില്ല സാറേ. പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ തന്റെ അപ്പനാണോ സാറേ? ഹലോ, ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ തന്റെ അപ്പനാണോ? തനിക്ക് വേറെ എവിടത്തേക്ക് കുറെ കാശ് കിട്ടിയിട്ടുണ്ടോ? എന്തുവാണോ കാണിച്ചു വെച്ചേക്കുന്നത്? പിള്ളേരെ പോലെ അടിപ്പുണ്ടച്ചു മോനെ. മയിലിൽ ഇടപാടായി പോയല്ലോടോ. എനിക്ക് കുറച്ച് പ്രശ്നം ഉണ്ടോ മയിൽ മോനെ? പോപ്പാലുണ്ടായത് ആവിളി. ആ പെണ്ണ് നീ ആവശ്യമില്ലാത്തതൊക്കെ എന്താണ് അവിടെ പിടിച്ചു വെക്കുന്നത്? വികാരമാണോ നിന്റെ? എനിക്ക് അറിയാൻ വേണ്ടി ഇതാണോ നിന്റെ വികാരം? നിന്റെ കൂടുതൽ ഇന്റർവ്യൂ ഞാൻ കണ്ട്. ഇതാണ് വികാരം നിന്റെ? പെട്ടെന്ന് പറ്റിപ്പോയാണോ? നിനക്ക് റീടേക്ക് എഴുതാൻ എന്താണ്? അത് അവളെ വെയിറ്റ് എല്ലാം വിടും. നീ യൂട്യൂബിൽ നിന്റെ കമന്റ് വായിച്ചു നോക്കിയിട്ടുണ്ടോ? നീ പറഞ്ഞല്ലോ എന്താ കോളേജിൽ ആരൊക്കെ പാടുന്നുണ്ടോ നിന്റെ ഈ പാട്ട്? നിന്റെ അമ്മോട് പറയണായിരുന്നു അപ്പൻ്റെ ആണ്ടി കയറ്റരുതെന്ന്. വിട്, എല്ലാം വിട്. നിന്റെ കോളേജിൽ നിന്നെ ആരാ പാടിക്കൊണ്ടിരുന്ന ആ പാട്ട്? അവന്മാർ എഴുതിയിട്ടുണ്ട് എറണാകുളത്ത് ആ കോളേജിൽ അവന്മാർ ഏത് പാട്ടാണ്? നിന്റെ അച്ഛനെ നിന്റെ അപ്പനെ എല്ലാം വിളിച്ചിട്ട് എന്തിനാടാ ഇങ്ങനെ പാട്ടിറക്കി നീ സാറിന്റെ പ്രതികരണം എന്താണെന്ന് പറ, കേക്കട്ടെ. അല്ല, താൻ എന്ത് ബോറായി കാണിച്ചു വെച്ചേക്കുന്നത്? താൻ എന്ത് ബോറായി കാണിച്ചു വെച്ചത്? ഒന്ന് പറയണോ? അത്
ഒരു 10-18 വയസ്സുള്ള ഒരു കുട്ടീനെ എന്ത് ബോറായിട്ട് ഇത് കാണിച്ചു വെച്ചേക്കുന്നത്. അവളുടെ ഭാവിയോ? ആ കുട്ടിയുടെ തന്തയുടെ പൂർ പോ മൈരേ കയറി കന്നഡയിൽ പൂറിൽ അവസരം കിട്ടിയ പെണ്ണിന്റെ ഭാവി പോയില്ലേ ഉണ്ടച്ചിട മോനെ. എടാ നീ ഉണ്ടല്ലോ കൊച്ചി കോളേജിന്റെ അടുത്തൊന്നും പോവല്ലോ കേട്ടോ. അവര് നിന്റെ എല്ലാം പറിക്കാനായിട്ട് നിക്കുന്നുണ്ട് അവിടെ. ചാവാൻ കിടന്ന പോലെ സിംഗപ്പൂരിക്കാരല്ലേ ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ പെടലി അടിച്ച് തിരിച്ചളയും. ഓക്കെ മതി. ഇനി മേലെ കാളിദാസനല്ല നിന്റെ അച്ഛൻ കവിത പടം ഇറക്കത്തിനാണ്. ഉറുമിയിലെ പാട്ട് നിന്റെ തന്ത എഴുതിയതാണോ? ഞാൻ പറഞ്ഞാ കൂടിപ്പോ ഇനി മേലെ കാളിദാസനല്ല കാളിദാസന്റെ അച്ഛൻ കവിത എഴുതണമെന്ന് പറഞ്ഞ് പടം ഇറക്കാണ്ടല്ലോ നിന്റെ കുണ്ണടിച്ച്. ഹലോ ഓക്കെ 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 ഇത് നമ്മൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇനിയും വിളിക്കാം. ഓക്കെ നമ്പർ മാറ്റരുതേ മോനെ. ഓക്കെ എന്താണ് ആർക്കാ അസൂയ? നീ എന്ന് പറഞ്ഞ നീ എന്തുദ്ദേശത്തിലാണ് അസൂയ എന്ന് പറഞ്ഞത്? പറ. ഒടുക്കത്തെ അസൂയ എനിക്ക് സംശയമില്ല. ഞാൻ കാര്യം എന്ത് ഐഡിയ ആണ് ഇവിടെ എക്സ്പ്രസ് ചെയ്ത മോൻ? പറ കേക്കട്ടെ. ആ പെണ്ണ് ഏത് പാട്ടില്ല പെണ്ണ് ബോറായി ഡ്രസ് ചെയ്യുന്ന നീ പറഞ്ഞ? എടാ ഞാൻ പറഞ്ഞുതരാം സെക്സിന്റെ സൈറ്റ് ഞാൻ പറഞ്ഞുതരട്ടെ ഓരോന്നായിട്ട്. നിനക്ക് അതാണോ പ്രശ്നം? നിനക്ക് സെക്സ് ആണോ? റെഡ് ട്യൂബ്, ബാഡ് ജോജോ, നിനക്ക് ഞാൻ പറഞ്ഞുതരാം. അതെ അല്ല കാര്യം നീ കഥ എന്ന് പറയുന്ന മുഴുവൻ എന്ത് കഥ എങ്ങനെ കാമപ്രാന്ത് തീർക്കാനുള്ളതല്ല കൊച്ച്. ആ കൊച്ചിന്റെ ഭാവി ഓർത്തോളാ പന്നി. നീ കെട്ടോ അവളെ? അല്ല നീ 6 ലക്ഷത്തിന്റെ എവിടെ കിട്ടി അവൾക്ക്? റെഡ് സ്ട്രീറ്റിലാ പിടിക്കാൻ വേണ്ടിട്ടാടാ മൈനെ. നീ ഉണ്ടല്ലോ നീ എന്തിനാണ് നീ ഒറ്റയ്ക്ക് നശിച്ച ഭഗവാൻ ഇങ്ങോട്ട് ഇറക്കല്ലേ? നീ വേറെ കൊച്ചിനെ ഇറക്കല്ലായിരുന്നു. കൊച്ചിന് എന്തോ ലൈഫ് കിട്ടിയെന്നാ പറഞ്ഞ? കൊച്ചു നിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു എവിടെ? കൊച്ചിന്റെ ലൈഫ് കൊടുത്ത നീങ്ങനല്ല നീ പണി ചെയ്തു ആ പെണ്ണിന്റെ മേളിൽ. നീ കാളിദാസന്റെ ആരെ ഇറക്കാൻ? നീ കേക്കട്ടെ, കാളിദാസൻ നീ പെണ്ണിനെ ഇറക്കുന്നുണ്ടോ? അല്ല നിന്റെ അപ്പൻ എന്തായിരുന്നു പണി? അല്ല ഒരു മിനിറ്റ് നിനക്ക് ഇതിനു മുമ്പുള്ള എക്സ്പീരിയൻസ് എന്തോ ഇത് ചെയ്യാനുള്ള? അല്ല നിങ്ങൾ ഒരു മിനിറ്റ് ചേട്ടന് ഇതിനു മുമ്പുള്ള എക്സ്പീരിയൻസ് എന്താ? ചേട്ടന് ഇതിനു മുമ്പുള്ള എക്സ്പീരിയൻസ് എന്താ? ഇതേപോലുള്ള കുറെ ഷവറുകളൊക്കെ വരാനുള്ളൂ. ഇനിയും എന്റെ നാട്ടിലെ സോങ്സ് ഒക്കെ വരാണ്ട്. ഇതൊക്കെ പക്കാ വേസ്റ്റ് ആണ്. ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾക്കൊന്ന് മരിച്ചാൽ നിങ്ങൾക്ക് ഒരു ഗുണം കിട്ടില്ല. നിങ്ങൾ മരിച്ചാൽ ഗുണം കിട്ടുന്നത് ഇപ്പോഴേ ദൈവത്തെ വിളിക്കുക. ഏതെങ്കിലും ഒരു ദൈവത്തെ വിളിച്ചാൽ ആ ദൈവെങ്കിലും കേൾക്കും. എടാ മൈര നിനക്ക് ആ പെണ്ണിനെ പിഴപ്പിച്ചിട്ട് എന്നെ കിട്ടാനാടാ? അല്ല ഞാൻ പറഞ്ഞ നമ്മുടെ ജീവിതത്തിലുള്ള ലക്ഷ്യമുണ്ട് മോഹോ. എടാ അവൾക്ക് ഇനി ഭാവി നീ ആലോചിച്ചുണ്ടോ? അവൾ ഇനി അവിടെ പോകുന്ന അറിച്ചുണ്ടോ? താൻ വലിയ കോപ്പറേറ്റ് ഡയറക്ടറായിരുന്നു, എന്തുകൊണ്ടൊരു നല്ല നടനെ വെച്ചില്ലടാ മൈരേ? ഹലോ പറയേ. ആ കുട്ടിയായാലും ഞാനായാലും ഞങ്ങൾക്കൊക്കെ ഇപ്പൊ അതിൽ അഭിനയിച്ചുകൊണ്ട് അവക്ക് കിട്ടി. എനിക്കിപ്പോ വലിയ കുഴപ്പമില്ല. അവക്ക് എന്ത് വലിയ ഗുണം കിട്ടിയോടാ മൈരേ? അപ്പൊ ഞങ്ങളൊക്കെ രക്ഷപ്പെടുന്നത് കണ്ട നിങ്ങളുടെ സമയം വേസ്റ്റ്. അല്ലല്ല തനിക്ക് ഈ പടം എടുത്തോണ്ട് എന്ത് കിട്ടിയെന്ന് പറഞ്ഞ? പടം റിലീസ് ആയില്ലല്ലോ. ഒന്ന് പറഞ്ഞേക്ക്, പടം റിലീസ് ആവണേനിടയ്ക്ക് തിയേറ്ററിന്റെ വഴിക്കൊന്നും പോരുത്. മെയ് 1-ാം തീയതി എന്തുകൊണ്ട് മാറ്റിയടാ? ചേട്ടൻ ദയവേത് പടം റിലീസ് ആവുന്ന തിയേറ്ററിന്റെ അടുത്ത് പോകരുത്. ചേട്ടൻ ആരോഗ്യം പറയുന്നത്. ഓക്കെ ചേട്ടൻ സീരിയസ് ആയിട്ട് പറയാം. നല്ല സീരിയസ് ആയിട്ട് ചേട്ടന്റെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ പറയാം. ചേട്ടൻ ജീവന് വേണ്ടി പറയുവാണ്, സീരിയസ് ആയിട്ട് പറയുവാണ്. ചേട്ടന്റെ പടം റിലീസ് ആകുമ്പോൾ പടത്തിനടുത്ത് ചേട്ടൻ പോകരുത്. ആൾക്കാരുടെ വെട്ടത്ത് പോയിരിക്കുന്നതാണ് ചേട്ടന്റെ ആരോഗ്യത്തിന് വേണ്ടി ബെറ്റർ. ഓക്കെ ഞാൻ പറയട്ടെ, ഈ വിഷയത്തിലൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഇന്ന ആളെ കൈകൊണ്ടാണ് നമ്മൾ മരിക്കാൻ. നീ ആരും ഞാനാണ് ഇന്ന ആളെ കൈകൊണ്ട് മരിക്കുന്നത്.
മനസ്സിലായി. അത് ഈ വിഷയത്തിൽ നമ്മൾ അങ്ങനെ എടുക്കാവൂ. ആ ദൈവം തന്നെയാണ് നമ്മൾ അവനെ അവന്റെ രൂപത്തിൽ ഒന്ന് കൊന്നു കണക്കാക്കണം. അപ്പൊ ഗാന്ധിജി മരിച്ചപ്പോ ഹേ രാം എന്ന് പറഞ്ഞു. ഞാനിതുപോലെ പരിചയപ്പെടുന്നില്ല, ഞാൻ കൃഷ്ണനെ കാണുന്നു. നിങ്ങൾ അങ്ങനെയാണോ? അല്ലാതെ ഈ വെറുതെ ഈ സിനിമാക്കാരുടെ ഒരു ബിസിനസ്സാണ് കളിക്കുന്നത്. നിങ്ങൾ മിനിമം യുക്തി ആലോചിച്ചു. ഞാൻ പറയല്ലേ, ഇപ്പൊ ആ കുട്ടിക്ക് അതിൽ അങ്ങനെയൊക്കെ അഭിനയിച്ചുകൊണ്ട് ഭാഗ്യത്തിന് ആ കുട്ടി കുറെ വർക്ക് കിട്ടി. ഇനി ശരിക്കും പടം കൂടെ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞപ്പോ ആ കുട്ടി ജോഷിന്റെ സിനിമയിൽ വർക്ക് ചെയ്യാം, അറിയാം. നിങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി കണ്ണീർ ഒലിപ്പിക്കുമ്പോ ആ കുട്ടി ഇവിടെ 100 വർക്ക് അവിടെ ഇവിടെ ഓടി ഇറങ്ങി ചെയ്യാം. എന്നോട് കഴിഞ്ഞ ദിവസം വിളിച്ച് നന്ദി കണ്ടു. ആ കുട്ടിക്ക് മണിക്കൂറിന് എത്ര വെച്ചാ ചേട്ടാ? അതൊക്കെ ചോദിക്കണം. ഞാൻ പറഞ്ഞു മോനെ, ഇനി ഓരോ സമയത്തിൽ അതിന്റെ മണിക്കൂറിന് വില കൂടും. കാരണം നിന്നെ പോലത്തെ വിവരം കേട്ട സമയം കൂടുതലുള്ള മനുഷ്യന്മാരെല്ലാം കണ്ട് സൂപ്പർചാട്ടാൻ നടക്കും. എന്തിനാ കാണുന്നത് ഇതൊക്കെ? എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ കാണുന്നത്? എന്റെ നല്ല ഒരുത്തന്റെയും കാണണ്ട. നിങ്ങൾ നിങ്ങളെ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കും. ഞാൻ ഇപ്പൊ അല്ലല്ല ചേട്ടാ, പിന്നെ ഇപ്പോ ചേട്ടൻ നിക്ക് പറയട്ടെ. ഇപ്പോ ചേട്ടൻ പറഞ്ഞതുപോലെ സമയം കൂടുതൽ ഉള്ളത് കൊണ്ടാണോ സാറ് ഇതേപോലുള്ള ഒരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത്? ആ അതെ, ഞാൻ ചെയ്യുന്നത് കാരണം നിങ്ങൾ ആ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് 4 രൂപ കിട്ടും. അപ്പോ അതായത് സമയവും പോയി കിട്ടും, പുണ്ണയിലെ കടിയും മാറി കിട്ടും, അതല്ലേ ഉദ്ദേശിച്ചത്? എങ്ങനെ? അപ്പോ സമയവും പോയി കിട്ടും, പിന്നെ കുണ്ണയിലെ കടിയും മാറി കിട്ടും, അല്ലേ? രണ്ടും നടക്കും. ശരി. നിങ്ങളെപ്പോലത്തെ ആളുകൾ അതിൽ ഏരിയാവുന്ന ഞാൻ പിന്നെ വേറൊരു കാര്യം കുട്ടിയെ പറ്റി എനിക്ക് ചോദിക്കാനുണ്ട്. അല്ലല്ല ചേട്ടാ, ഒരു കാര്യം പറയട്ടെ. എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, കുട്ടിക്ക് തുടങ്ങിയപ്പോൾ ഈ എങ്ങനെയാണ് കുട്ടിയുടെ അപ്രോച്ച്? അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഇങ്ങനെ ഒരു ആൽബം ഇറക്കുന്നുണ്ടെന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ ഇറക്കുന്നുണ്ടെങ്കിൽ അറിഞ്ഞപ്പോ ആ കുട്ടിയുടെ അപ്രോച്ച് എങ്ങനെയായിരുന്നു? സിനിമയാണ് ഒരേ സമയം 3 ലാംഗ്വേജുള്ള സിനിമ, ചെറുതാക്കല്ലേ. അപ്പൊ പിന്നെ 6 ലക്ഷം രൂപയുടെ ഇതല്ലേ? അപ്പൊ വന്നിട്ട് അപ്പൊ എങ്ങനെയായിരുന്നു കുട്ടിയുടെ അപ്രോച്ച്? കുട്ടിയുടെ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സാധാരണ കോർഡിനേറ്റർമാരാണ് നമുക്ക് ഇവരെ ശരിയാക്കി തരാം. നിങ്ങൾ ഏതാണ്ട് സമയം കൂടുതലുള്ള മനുഷ്യന്മാരാണ്. അതായത് ഈ മാമാ പണി ചെയ്യുന്നവരല്ലേ? അല്ല, വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതുള്ള ആളുകളായതുകൊണ്ട് ഞാൻ പറഞ്ഞ. അപ്പൊ അവരുടെ പേരാണോ മാമ? കോളേജിൽ പഠിക്കുന്നത് അറിയാം. ഞാൻ ഈ സിനിമയിലൊക്കെ കാണും, പക്ഷെ ഞാൻ അതിലൊന്നും ഇൻവോൾവ് ആയിരുന്നില്ല. കാരണം ഞാൻ ആ സിനിമ കാണും, അപ്പൊ തന്നെ എന്റെ മൈൻഡ് ആയിരുന്നു മാറ്റി. നമുക്ക് പഠനമാണ് നമ്മൾ മെയിൻ. അത് ശരിയാ, തുണ്ടോടം കണ്ട പിന്നെ വാണോടിച്ചോളാണല്ലോ. ഞാൻ ഡിഗ്രിക്കും MA-ക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ റാങ്കോടെ റാങ്കോടെ കിട്ടിയോ? കാരണം അവിടെയാണ് നമുക്കുള്ള ഡിഫറൻസ്. കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് നിങ്ങളെക്കാൾ കൂടുതൽ ഞാൻ സിനിമയിലെ കാണുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഇതേപോലുള്ള പരിപാടികൾ എനിക്കില്ല. എനിക്ക് സിനിമ പകുതി സമയത്ത് ഞാൻ ഇറങ്ങിയാലുണ്ട്. കാരണം എനിക്ക് മോഹൻലാൽ ഭയങ്കര ഇഷ്ടം. മോഹൻലാലിന് തല്ലിപ്പിടി സിനിമ ഞാൻ പകുതിക്കൊണ്ട് ഇറങ്ങിയല്ല. കാരണം സമയമില്ല, നമുക്ക് അങ്ങനെ നശിപ്പിക്കാനുള്ള സമയമില്ല. നല്ല സിനിമകൾ എത്ര ആക്കി. അത് ശരി. അപ്പൊ മോഹൻലാലിനെ അനുകരിക്കാൻ നോക്കിയതാണല്ലേ? ഞാൻ ചിത്രമൊക്കെ അതേസമയം മോഹൻലാലിന്റെ അപ്പു എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഞാൻ പകുതി ഇറങ്ങിയത്. കാരണം അങ്ങനെയുള്ള സമയം നമുക്കില്ല, നശിപ്പിക്കാനുള്ള സമയമൊന്നുമില്ല. നല്ല സിനിമകൾ കാണാം. അതേപോലെ നമുക്ക് ഇതുണ്ടെങ്കിൽ ഓരോ പണി ചെയ്യുന്നു, നമ്മളെ പണി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതേപോലെ നിങ്ങൾക്ക് അതിൽ 1-2 പിടുത്തത്തിനോട് നിങ്ങൾക്ക് ഒരു വിയോജിപ്പ്, നിങ്ങളുടെ മോറൽ സൈഡിൽ വിയോജിപ്പ് തോന്നുന്നെങ്കിൽ ഞാൻ അത് കട്ട് ചെയ്ത് ഞാൻ ചേട്ടൻ ഈ മോഹൻലാലിന്റെ പടം മാത്രമേ കാണുള്ളായിരുന്നു? എനിക്ക് മോഹൻലാലിനെ കൂടുതൽ ഇഷ്ടം. അതെന്താടാ മൈര, നിനക്ക് മമ്മൂട്ടിയുടെ പടം കണ്ട? ഞാൻ മമ്മൂട്ടിയുടെ സിനിമകളും കാണാറുണ്ട്, നല്ല സിനിമകൾ കാണാറുണ്ട്. നീ ഇനി മമ്മൂട്ടിയുടെ പടം വല്ലതും കാണൂ. മൈരെ കുത്തി ഇല്ലാതാക്കി കളയും. മോഹൻലാലിന്റെ പടം മാത്രം നീ കണ്ടാ മതി. പിന്നെ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, വേറൊരു കാര്യം ചോദിക്കാന്ന് പറഞ്ഞാലേ, ഈ പെണ്ണിന് മുല കൂട്ടാനുള്ള ട്രീറ്റ്മെന്റിനായിട്ടാണോ വന്നത്? എന്നിട്ടാണോ നീ പിടിച്ച് അവളുടെ മുല പിടിച്ച് തൂങ്ങിയത്? എനിക്കറിയാം. അതിന്റെ എവിടെ തൊട്ടാൽ ഏതാന്നുള്ളത് മനസ്സിലാവുന്നില്ല, അതായത് പ്രശ്നം. ആ കുട്ടിയാണെങ്കിൽ ഒന്നും പറയുന്നില്ല. അപ്പൊ മുല ഏതാണെന്ന് അറിഞ്ഞൂടാതെ കയറി പിടിച്ചാണല്ലേടാ? ഞാൻ മാറ്റിയാണ്, പക്ഷെ ആ കുട്ടി ഒന്നും പറഞ്ഞില്ല. ആ കുട്ടി കുറച്ചുകൂടി ഒട്ടിക്കായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ മോണിറ്റർ നോക്കിയൊന്നുമില്ല. ചേട്ടൻ കല്യാണം കഴിച്ചാണോ? ഞാനത് മാറ്റാം. ചേട്ടൻ അത് കട്ട് ചെയ്ത് കളയുന്നതായിരിക്കും ചേട്ടന്റെ ആരോഗ്യത്തിന് നല്ലത്. പിന്നെ ചേട്ടൻ കല്യാണം കഴിച്ചാണോ? ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ എനിക്ക് അതൊരു മോറൽ അല്ലല്ല